അള്ളാഹുവിന്റെ അദാബ് പേടിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കരഞ്ഞവരെത്രയുണ്ട്. നരകത്തെ ആലോചിച്ച് നരകത്തെക്കുറിച്ച് ഓർത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി മഹദിയായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. എത്രമാത്രം വലിയ മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. വിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവിയുടെ മഹത്വങ്ങൾ മുഴുവനും വിശദമാക്കി അള്ളാഹു ഇറക്കിയ ആയത്തുകൾ ഒന്നും രണ്ടുമല്ല 18 എണ്ണമാണ്. സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു ആയിഷ ബീവിയുടെ മഹത്വം പറഞ്ഞ് ഇറക്കിയ ആയത്തുകൾ 18 എണ്ണമാണ്. ആയിഷ ബീവി വിശുദ്ധ വനിതയാണ് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു തലവൻ പറഞ്ഞതല്ല, യജമാനനായ റബ്ബ് പറഞ്ഞതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാണ്. അങ്ങനെ വിശുദ്ധിയുള്ള ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ കരഞ്ഞിരിക്കുന്നു. ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? നരകത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നബിയെ, കരഞ്ഞുപോയി. ഒരു നേരം നരകം ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇരുന്നിട്ട്. നരകത്തിന്റെ ഭക്ഷണം, നരകക്കാരുടെ വിശപ്പ്, നരകക്കാര് വെള്ളത്തിന് വേണ്ടി സ്വർഗക്കാരോട് ആക്രോശിക്കുന്നത്, നരകക്കാര് 1000 കൊല്ലം മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട്, മാലിക്കേ ഒന്ന് ഈ ശിക്ഷയിൽ നിന്ന് ഒന്ന് മാറ്റി തരുമോ? സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഒരു നിലക്കും ഞങ്ങൾക്ക് ഇതിനാകുന്നില്ല. 1000 പ്രാവശ്യം മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുമ്പോ 1000 പ്രാവശ്യം 1000 കൊല്ലം അവർ വിളിച്ചിട്ട് ഒരൊറ്റ തവണ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇന്നകും മാകിസൂൻ, അവിടെ തന്നെ കിടന്നോളൂ, വേറൊരു മറുപടി ഇല്ല. ഒന്ന് റബ്ബിനോട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് തീരുമാനിക്കാൻ പറയൂ മാലിക്കേ. മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ആർത്തട്ടഹസിക്കുന്ന ആ ആളുകളോട് 1000 കൊല്ലത്തെ വിളിക്ക് ശേഷം കൊടുക്കുന്നൊരു മറുപടി ഇന്നകും മാകിസൂൻ. പിന്നെയും വിളിക്കുന്നു 1000 കൊല്ലം, അപ്പോഴും പറയുന്നത് മിണ്ടാതെ കിടന്നോളൂ, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. കിടക്കുക, ഇവിടെ മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്.